ഗുരുക്കൾ മൂനം വെച്ച് പാടുന്നൊരു പാട്ട്. വാഴ്ക പോലികയെ സ്തുതിച്ചുള്ളൊരു പാട്ട്, ഗുരുക്കൾ മൂനം വച്ച് പാടുന്നൊരു പാട്ട്. ഞാൻ പാടും പാട്ടിൻ്റെ പിശക്കേട് വന്നാല് അറിവുള്ളോരച്ഛന്മാര് അറിവ് ചൊല്ലിത്തരണേ. ഞാൻ പാടും പാട്ടിന് പിശക്കേട് വന്നാല് അറിവുള്ളോരച്ഛന്മാര് അറിവ് ചൊല്ലിത്തരണേ. ആനന്ദത്തോടെ ആയ്യാമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ ഉള്ള ഇളപ്പുകയാ. അയ്യമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ ഉള്ള ഇളപ്പുകയാ. അയ്യമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ കൊങ്കണ തോണ്ടിയെടുത്തോണ്ടും വല്ല. അയ്യമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ കൊങ്കണ തോണിയെടുത്തോണ്ടും വല്ല. അയ്യമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ താനവേല കേട്ടോണ്ടും വല്ല. അയ്യമാജോ ജോ ലേലാ ജോ മയിൽ ജിക്കയിലെ താനവേല കേട്ടോണ്ടും വല്ല. ഈ കലോത്സവത്തിന് ചെറിയ ചില പ്രത്യേകതകളുണ്ട്. ഇനങ്ങളുടെ ഒരു ക്രമം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒരുപാട് ഗോത്രകലകൾ നമ്മുടെ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തവണ ആദ്യമായിട്ട് അങ്ങനെയുള്ള കലകളുടെ ലിസ്റ്റിലേക്ക് വരികയും അതിൽ ജില്ലയിൽ ഒന്നാമതെത്തി സംസ്ഥാന തലത്തിൽ നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് മിടുക്കന്മാരും മിടുക്കികളാണ് എൻ്റെ കൂടെ ഉള്ളത്. SKMJയിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മംഗലം കളിയിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമല്ലേ? യെസ്. എന്ത് തോന്നുന്നു? ഹാപ്പി അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ എന്താണ് മംഗലം കളി? ഇതൊക്കെ നമുക്ക് പുതിയൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. എന്നാലും എന്താണ് മംഗലം കളി എന്നുള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ മലവേട്ടുവ മാവില സമുദായക്കാര് നടത്തി വരുന്ന കളിയാണ് മംഗലകളി. മംഗല കർമ്മങ്ങളിലാണ് അവരിത് കൂടുതൽ ചെയ്യാറ്. മംഗലം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളാണോ അതോ കല്യാണങ്ങളാണോ? നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഇതിവൃത്തം അല്ലേ? നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഉണർവ് ടീമാണ്. ഉണർവ് ടീം തന്നെയാണ്. ഓക്കെ, രമേശ് മാമനാണ് പഠിപ്പിച്ചത് അല്ലെ? രമേശ് മാമൻ എവിടെയോ യെസ് ഉണ്ട്.